5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാവന മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയ വലിയ വാർത്തയായിരുന്നു. ഡെക്കായ്ക്കൊരു പ്രേമമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് നടി മലയാളത്തിൽ റീ എൻട്രി നടത്തിയത്. ഇപ്പോഴിതാ സിനിമാ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് നടി. കൂടാതെ സിനിമാ രംഗത്ത് നിന്നുള്ള തൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും അഭിമുഖത്തിൽ പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടി മനസ്സ് തുറന്നത്. അച്ഛനായിരുന്നു പൈസയുടെ കാര്യങ്ങൾ നോക്കിയതെന്നും കൂടെ നിന്നതെന്നും നടി പറയുന്നു. അതേസമയം സിനിമയിൽ വന്ന ശേഷം ആദ്യമായി വാങ്ങിയ വിലപിടിപ്പുള്ള സാധനം എന്തെന്ന ചോദ്യത്തിന് ഭാവന മറുപടി നൽകി. 15 വയസ്സിലാണ് സിനിമയിലേക്ക് വന്നത്. സിനിമയിൽ വന്ന സമയത്ത് അച്ഛനായിരുന്നു പൈസയുടെ കാര്യങ്ങൾ നോക്കിയത്. അന്ന് എനിക്കൊരു ഫോൺ വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ വാങ്ങിച്ചു തന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വാങ്ങിയെന്നും ഭാവന ഓർത്തു പറഞ്ഞു. എന്നാലിപ്പോൾ ഭാവനയുടെ പുതിയ സിനിമ റിലീസിനൊരുങ്ങുകയാണ്. സത്യം ഏതാണ്, ഭാവന ഏതാണെന്ന് അറിയാനാകാത്ത അവസ്ഥ എന്ന വാചകത്തോടു കൂടി അവസാനിക്കുന്ന ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഭാവന കേന്ദ്ര കഥാപാത്രമാക്കുന്ന ഹണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ. ചിത്രം ഹൊറർ ത്രില്ലർ സ്വഭാവത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയം ആകാംക്ഷയും പേടിയും സമ്മാനിക്കുന്നതാണ് ടീസർ. മെഡിക്കൽ ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ചിത്രം അവതരിപ്പിക്കുന്നത്. ക്യാമ്പസിലെ ചില ദുരൂഹ മരണങ്ങളുടെ ചുരുളഴിക്കുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ജയലക്ഷ്മി ഫിലിംസിന്റെ ബാനറിൽ കെ രാധാകൃഷ്ണൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഡോക്ടർ കീർത്തി എന്ന കഥാപാത്രത്തെയാണ് ഭാവന അവതരിപ്പിക്കുന്നത്. അതിഥി രവിയുടെ ഡോക്ടർ സാറ ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രമാണ്. രഞ്ജി പണിക്കർ, അനു മോഹൻ, ചന്തുനാഥ്, അജ്മൽ അമീർ, രാഹുൽ മാധവ്, നന്ദുലാൽ, വിജയകുമാർ, ബിജു പാപ്പൻ, കോട്ടയം നസീർ, ദിവ്യ നായർ, പത്മരാജ് രതീഷ്, കൊല്ലം തുളസി, സുധി പാലക്കാട്, സോനു എന്നിവരാണ് മറ്റു താരങ്ങൾ.